പരൂസിയ ക്രിസ്മസ് ഒരുക്ക ധ്യാനചിന്തകളിലേക്ക് എല്ലാ സ്നേഹിതർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ധ്യാനം അനുരഞ്ജന കൂദാശ കുംഭസാരം തുടരുകയാണ്. കുംഭസാരത്തിൻ്റെ അടിസ്ഥാന ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം 16:19 ഇപ്രകാരം നാം ധ്യാനിക്കുന്നുണ്ട്. കർത്താവായ യേശു പത്രോസിനോട് പറയുന്ന വാക്കുകളാണ്: സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. എത്ര അമൂല്യമായ ദൈവത്തിൻ്റെ വാക്കുകളാണ് പത്രോസ് സഭയുടെ സ്ഥാനം ഏറ്റെടുക്കുവാനായി തനിക്ക് ശേഷം നിയോഗിച്ച പത്രോസിനോട് കർത്താവ് പറയുന്നത്. തീർച്ചയായും കത്തോലിക്ക സഭയിലെ ഏതെല്ലാം ദേവാലയങ്ങളിൽ ഈ കുംഭസാരം അനുരഞ്ജന കൂദാശ നൽകപ്പെടുന്നുവോ അവിടെയെല്ലാം ഈ പത്രോസിനോട് കർത്താവ് കൽപ്പിച്ച അമൂല്യമായ ഈ സമ്മാനം ഓരോ വൈദികരിലൂടെയും അത് നിറവേറ്റപ്പെടുകയാണ്. ഒരു ശ്രദ്ധ ക്ഷണിക്കലിന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരു മെത്രാന്റെ പ്രത്യേകമായിട്ടുള്ള അനുവാദവും കൽപ്പനയും ലഭിച്ചാലേ ഏത് പുരോഹിതനും ആ കുംഭസാരം അനുരഞ്ജന കൂദാശ നൽകാനായി അധികാരമുള്ളൂ എന്ന സത്യം നാം ഓർത്തിരിക്കണം. തിരുപ്പട്ടം കഴിഞ്ഞ് വൈദികർക്ക് അവരുടെ രൂപതയിലെ മെത്രാൻ ഈ അധികാരം സാധാരണ നൽകുന്നുണ്ട്. ചില പാപങ്ങളൊക്കെ പൊറുക്കുവാനായി മെത്രാൻ നൽകുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് കുംഭസാരിപ്പിക്കുന്ന വൈദികനും കഴിയില്ല എന്നുള്ള കാര്യവും നാം ഓർത്തിരിക്കണം. ഉദാഹരണത്തിന് ഗർഭചിത്രം, ഇതുപോലുള്ള പാപങ്ങൾ എല്ലാ വൈദികർക്കും മോചിപ്പിക്കുവാനുള്ള അധികാരം മെത്രാന്മാര് നൽകിയിട്ടില്ല. ചില ഇടങ്ങളിൽ, ചില സന്യാസ ഭവനങ്ങളിലെ സുപ്പീരിയറച്ചന്മാർക്ക്, ചില മധ്യസ്ഥ കേന്ദ്രങ്ങളിൽ, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഉള്ള വൈദികർക്ക് ഇതിനുള്ള അധികാരം അവിടെ ലഭിക്കണം. അപ്പോ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വികാരിയായി ഞങ്ങളുടെ അതിരൂപതയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടെ അതിരൂപത ധ്യാന കേന്ദ്രമായ അനുഗ്രഹ ഭവനിലോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വെള്ളിയാഴ്ചകളിൽ വെട്ടുകാട് പ്രദേശത്ത് പോയി അവിടെ കുംഭസാരക്കൂട്ടിലിരുന്ന് കുംഭസാരിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഈ രൂപതയിലെ ആശ്രമങ്ങൾ, പാങ്ങോട് കാർമലാശ്രമം, ചിറ്റാറ്റുമുക്ക് കാർമലാശ്രമം, ഇതുപോലുള്ള ആശ്രമങ്ങളിൽ പോകുമ്പോൾ അവിടെയുള്ള സുപ്പീരിയറച്ചന്മാർ ഈ അധികാരം നൽകപ്പെട്ടിട്ടുണ്ട്. അത്രയും അമൂല്യമായ അധികാരമാണ്. ഞാനിത് പറയാൻ കാര്യം, മെത്രാൻ ആരാണ്? പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരാണ് മെത്രാൻ. ഒരു മെത്രാനായി മാറുന്നത് പത്രോസിന്റെ സിംഹാസനമെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? നമ്മുടെ ഓരോ ഇടവകകളിലെയും വികാരിയച്ഛന്മാരെ നിയോഗിക്കുന്ന മെത്രാന്മാരെ ആരാണ്
അഭിഷേകത്താൽ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തി അഭിഷേകം ചെയ്യുന്നത്. അത് പത്രോസിന്റെ കസേരയിലിരിക്കുന്ന, പത്രോസിന്റെ സിംഹാസനത്തിലിരിക്കുന്ന നമ്മുടെ പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ. ഈ മാർപ്പാപ്പയിലൂടെ പത്രോസിൽ നൽകിയ അധികാരം, ആ മാർപ്പാപ്പ തന്റെ ഈ അധികാരം ഓരോ പ്രദേശത്തെയും മെത്രാന്മാരിലൂടെ അന്വർത്ഥമാക്കാനായി ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ മെത്രാന്മാർ വൈദികർക്ക് അത് നൽകിക്കൊണ്ട് പത്രോസിന്റെ ആ ഒരു അധികാരം, പാപമോചനത്തിനായുള്ള അധികാരം, ഭൂമിയിൽ കെട്ടുന്ന അധികാരം, ഭൂമിയിൽ അഴിക്കുന്ന അധികാരം, ഭൂമിയിൽ കെട്ടുമ്പോ സ്വർഗത്തിലും കെട്ടപ്പെടുമെന്നും ഭൂമിയിൽ അഴിക്കുമ്പോ സ്വർഗത്തിലും അഴിക്കപ്പെടുമെന്നും ഉള്ള യാഥാർത്ഥ്യം നമുക്ക് മനനം ചെയ്ത് ധ്യാനിക്കാം. ഞാൻ കുമ്പസാരിക്കാൻ പോകുമ്പോ എനിക്ക് ലഭിക്കുന്ന അഭിഷേകം പത്രോസിന്റെ അഭിഷേകം, പത്രോസിന് കർത്താവ് ഏൽപ്പിച്ച അഭിഷേകമാണ്. അതുകൊണ്ട് ഞാൻ സ്വീകരിക്കുന്ന ഈ അഭിഷേകത്താൽ ഞാൻ സ്വർഗത്തിൽ അവകാശിയായി മാറുന്നു എന്ന വലിയ രഹസ്യം എന്ന് നമുക്ക് ധ്യാനിച്ചുകൊണ്ട് കുമ്പസാരക്കൂട്ടിലേക്ക് നമുക്ക് അടുക്കാം.